ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ ജിങ്ങിന്റെ അച്ഛൻ മരിച്ചതും അവന്റെ ആകെ കൂടി ഒരു എംബീഷനായിട്ട് ഉണ്ടായിരുന്ന സ്പോർട്സിൽ അവന്റെ കാലിൽ ഇഞ്ചുറി കാരണം അവന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ എല്ലാം കൊണ്ടും ജീവിതം തന്റെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് തോന്നി ആകെ ഡിപ്രസ്ഡ് ആയിട്ട് ഫുൾ ടൈം പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന നമ്മുടെ ജിങ്ങിനെ ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഒരു ചൈനീസ് ന്യൂ ഇയറിന്റെ സമയത്ത് ചെന്നും സോങ്ങും കൂടി ജിങ്ങിന്റെ വീട്ടിലേക്ക് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സോങ്ങിനാണെങ്കിൽ ഓൾറെഡി ഈ അധികം ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഡ്രിങ്കും കഴിച്ചപ്പോഴേക്കും അവൻ അവിടെ അൺകോൺഷ്യസ് ആയിട്ട് വീഴുന്നുണ്ട്. ഇതേ നേരം ചെന്നിപ്പോ കാഷ്വലായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ന്യൂ ഇയർ ഒക്കെ അല്ലേ, തനിക്ക് ഫയർ വർക്ക്സ് ഒക്കെ കാണാനായിട്ട് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ സോങ്ങിന് എങ്ങനെയുണ്ടാവോ, നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് എത്ര നാളായെന്നൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവരുടെ കുട്ടിക്കാലം മുതലേ സോങ്ങും ജിങ്ങും ഫ്രണ്ട്സ് ആണെന്നും അവർക്കൊരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ജിങ് പറയുന്നുണ്ട്. കൂടാതെ തന്റെ പാരന്റ്സുമായിട്ട് താൻ സെപ്പറേറ്റ് ആവുമെന്നും അവനൊരിക്കലും വിചാരിച്ചിട്ടില്ലെന്ന് അവൻ പറഞ്ഞ് വീണ്ടും അവൻ എന്തൊക്കെ ചിന്തിക്കുമ്പോൾ ചെന്നിപ്പോ ജിങ്ങിന്റെ ശ്രദ്ധ മാറ്റാനും അവനൊന്ന് കൂളാക്കുന്നതിന് വേണ്ടിയിട്ട് മങ്ങി കിടക്കുന്ന സോങ്ങിനെ പോയിട്ട് ബെഡിലേക്ക് ആക്കാനായിട്ട് പറയുകയും പിന്നീട് അവർ രണ്ടുപേരും കൂടിയിട്ട് സോങ്ങിനെ പോയിട്ട് ബെഡിലേക്ക് കിടത്തുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഓൾറെഡി ടയേർഡായി പോയ ചെന്നും ആ ഒരു ബെഡിന്റെ സൈഡിലിരുന്ന് ഉറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ചെറിയൊരു മയക്കത്തിന് ശേഷം അവൾ എണീക്കുമ്പോൾ ആ ഒരു വീടിന്റെ ഉള്ളിലൊന്നും ജിങ്ങിനെ കാണാതെ അവൾ ചെറുതായിട്ട് വെറീഡായിട്ട് ജിങ്ങിനെ ഒരുപാട് ഫോൺ വിളിച്ച് നോക്കുന്നുണ്ടെങ്കിലും അവന് ഫോണിലൂടെയും കൂടി കിട്ടാതെ വരുമ്പോൾ അത് കണ്ട് ആകെ തന്നെ അവൾ പാനിക് ആകുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവൻ ആ ഒരു വീട് ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അവൻ ലാസ്റ്റായിട്ട് അവരുടെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന ഒരു കുറിപ്പ് ഇപ്പോൾ ചെൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ താൻ എപ്പോഴും ഈ ഒരു ലോകത്ത് ഒറ്റപ്പെട്ടവനായിരിക്കുമെന്നും എല്ലാവർക്കും സോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ട് ജിങ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് കാണുന്ന ചെന്നിന് അവൻ ഇനി ഈ വിഷമവും ഡിപ്രഷനും ഒന്നും താങ്ങാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമോശം ചെയ്തു എന്ന് ആലോചിച്ച് ആകെ പേടിയായിട്ട് ആ ഒരു പ്രദേശത്ത് ഫുള്ള് തന്നെ അവനെ പോയിട്ട് നോക്കുന്നുണ്ട്. അവരുടെ സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു ബേസിലും അവരൊരുമിച്ച് പോകാറുണ്ടായിരുന്ന എല്ലാ സ്ഥലത്തും പോയിട്ട് അവനെ കാണാതെ ഏറ്റവും ലാസ്റ്റ് കരഞ്ഞു തളർന്ന് അവൾ ഒരു സ്ഥലത്തെത്തി. പിന്നീട് ഫോൺ എടുത്ത് ജിങ്ങിനെ വിളിക്കാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ അവളുടെ ബാക്കിൽ നിന്നപ്പോൾ ജിങ് വിളിച്ച് ഈ ഒരു പാതിരാത്രി നീ ഇവിടെ എന്താണ് കാണിക്കുന്നതെന്ന് ചെന്നിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ജിങ്ങിനെ കാണുമ്പോൾ ഒരാശ്വാസവും ഒപ്പം തന്നെ ഇത്രയും തന്നെ പേടിപ്പിച്ചതിൽ ദേഷ്യം തോന്നുന്ന ചെന്നിപ്പോൾ അവന്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് അവൻ ഒരുപാട് തല്ലിക്കൊണ്ട് നീ എവിടെ പോയതാണ് തന്നോട് പറയാതെന്നും താൻ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിന്നെ കാണാതെ ഞാൻ എത്രമാത്രം ടെൻസ്ഡ് ആയിന്നൊക്കെ അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഇപ്പൊ ഫയർ വർക്ക്സ് കാണണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞതുകൊണ്ട് താൻ അത് വാങ്ങിക്കാൻ പോയിരിക്കുകയായിരുന്നു എന്ന് ജിങ്ങും അവളുടെ അടുത്ത് പറയാണ്. മാത്രമല്ല ഇപ്പൊ കരഞ്ഞു തളർന്നിരിക്കുന്ന ചെന്നിനെ ജിങ് അവളുടെ കണ്ണീരൊക്കെ തുടച്ച് അവൾ ആശ്വസിപ്പിച്ച് രണ്ടുപേരും കൂടി ഇപ്പോൾ ഒരു ക്യാമ്പ് ഫയറിന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അവരവിടെ വെച്ച് തന്നെ അവളുടെ ആഗ്രഹം പോലെ ഫയർ വർക്ക്സ് ഒക്കെ കത്തിക്കുകയും ജിങ്ങിനെ പഴയ പോലെ ആക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് ചെന്നെ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ശ്രമങ്ങൾ പകുതിയൊക്കെ ഫലം കണ്ടെങ്കിലും പുറത്തിപ്പോ ജിങ് അവളുടെ ഒപ്പം കളിച്ചു ചിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും ജിങ്ങിന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു വിഷമം ഉണ്ടെന്നും അതവന് വിട്ടുമാറിയിട്ടില്ലെന്നും ചെന്നിന് നന്നായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും മനസ്സിൽ നന്നായിട്ട് അറിയാമെങ്കിലും ആ ഒരു മൊമെന്റ് അവർ രണ്ടുപേരും കൂടി നന്നായി തന്നെ എൻജോയ് ചെയ്ത് ചെറിഷ് ചെയ്യുന്നുണ്ട്. കൂടാതെ ജിങ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ താൻ ഹാപ്പി ആവുമെന്നും അവനിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്നും അവന്റെ ഒപ്പം നിൽക്കാനായിട്ട് തനിക്ക് പറ്റണമെന്ന് ചെന്നിപ്പോ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം കാണിക്കുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും അവരുടെ യൂണിവേഴ്സിറ്റിയിലോട്ടുള്ള ആ ഒരു എക്സാംസ് അടുത്തടുത്ത് വരുന്ന കാരണം കൊണ്ട് എല്ലാ സ്റ്റുഡൻസും ഇപ്പൊ വളരെ കഷ്ടപ്പെട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആദ്യമൊക്കെ ചെന്നെ ജിങ്ങിനെ പഠിച്ച് ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചെങ്കിൽ ഇപ്പൊ നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ജിങ് ഇപ്പോൾ പഠിച്ച് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ചെന്നിനെ തന്നെ വെട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരിപ്പോ പരസ്പരം ഹെൽപ്പ് ചെയ്തുകൊണ്ട് വീണ്ടും അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ചെന്നിപ്പോ വീണ്ടും അവളുടെ സ്റ്റഡീസിൽ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ജിങ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെയും വിളിച്ചുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ ഒരു വെറൈറ്റി ഇംഗ്ലീഷ് ക്ലാസ്സിന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഒരു മൂവി കാണിക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു മൂവിയിലൂടെ നിനക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ അവളെ അവിടേക്ക് കൊണ്ടുപോകുമ്പോഴും ചെന്ന് വീണ്ടും എക്സാമിന്റെ കാര്യം മനസ്സിൽ വെച്ച് ഒരു ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ജിങ് അത് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് പിന്നീട് രണ്ടുപേരും കൂടി തിയേറ്ററിന്റെ ഉള്ളിൽ വെച്ച് തന്നെ തമാശയ്ക്ക് ചെറിയ അടിയൊക്കെ ആയി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ പഠിപ്പായിട്ടുള്ള ലീറ്റിയാനിരിക്കുന്നതും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇപ്പൊ വളരെ ഫണ്ണായിട്ട് ആ ഒരു മൂവി എൻജോയ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ സോങ് അവന്റെ അമ്മയ്ക്ക് ആ ഒരു ആക്സിഡന്റ് പറ്റി ട്രാൻസ്ഫർ വാങ്ങിയതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഒരുപാട് ദിവസങ്ങളിൽ ചെന്നും ജിങ്ങും എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു അവർ റിലാക്സ്
റിലാക്സ് ചെയ്യുന്നതും പഠിക്കുന്നതും ഒക്കെ തന്നെ ഒരുമിച്ച് തന്നെയാണ്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി ഏറ്റവും ലാസ്റ്റ് എക്സാമിന്റെ ആ ഒരു തലേ ദിവസം എത്തിയിരിക്കുകയാണ്. അന്ന് നൈറ്റ് അവരെല്ലാവരും കൂടി വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കെ തന്നെ അവരുടെ ക്ലാസ് ടീച്ചർ ഇപ്പോൾ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഏറ്റവും അവസാനമായിട്ട് തങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവരുടെ അടുത്ത് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒരിക്കലും അദ്ദേഹം പറയാത്ത കാര്യങ്ങളായിട്ട് ഇത് ജസ്റ്റ് ഒരു എക്സാം ആണെന്നും അതിന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ആൻസേഴ്സ് കിട്ടില്ലെന്നും പക്ഷെ എന്ന് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നത് നിർത്തരുതെന്നും കണ്ടിന്യൂസ് ആയിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞ് നല്ലൊരു ഉപദേശം തന്നെ ഇപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു ലാസ്റ്റത്തെ ദിവസത്തിൽ അവർക്ക് കിട്ടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസ് തന്നെയായിരുന്നു ആ ഒരു ക്ലാസ് ടീച്ചറിൻ്റെത്. അങ്ങനെ ഇത് കേട്ട് പലരും ഇമോഷണൽ ആകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ആ ഒരു വലിയ എക്സാം ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുകയാണ്. സോങ്ങും ജിങ്ങും ചെന്നും എല്ലാ കുട്ടികളും തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു എക്സാം ഇപ്പോൾ എഴുതുന്നുണ്ട്. അങ്ങനെ എക്സാമിനൊക്കെ ശേഷം വെക്കേഷൻ ആക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ അവളുടെ ഉപയോഗം കഴിഞ്ഞ ബുക്കുകളെല്ലാം വിൽക്കാനായിട്ട് നിൽക്കുന്ന നേരം അവളുടെ റൂമിലേക്ക് ഇപ്പോൾ ജിങ് വന്നിട്ട് ആ ഒരു ബുക്കുകളൊക്കെ വിൽക്കാനായിട്ട് അവളെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അവിടെ കിടക്കുന്ന അവളുടെയും വേറൊരു ബോയിന്റെയും ചെറുപ്പത്തിലുള്ള ഒരു പിക്ക് കാണുമ്പോൾ അത് ആരാണെന്നൊക്കെ ജിങ് ചോദിക്കുമ്പോൾ അത് തന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണെന്നും അവൻ ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്നും ചെന്നെ പറഞ്ഞ് നാവെടുക്കുമ്പോഴേക്കും അവളുടെ ഫ്രണ്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കേട്ട് അത്രയും സന്തോഷം തോന്നാതെ ചെറിയ പൊസസീവ്നെസ് അടിക്കുന്ന ജിങ് ഇപ്പോൾ നേരെ താഴെ ചെന്ന് ആ ഒരു പയ്യനെ കണ്ടിട്ട് അവനോട് വലിയ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പയ്യനാകട്ടെ ജിങ്ങിന്റെ കൈയെ വളരെ ശക്തിയോടുകൂടി പിടിക്കുമ്പോൾ അത് ജിങ്ങിന് വേദന എടുക്കുന്നു മാത്രമല്ല ജിങ്ങിനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്തതെന്ന് ജിങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ചെന്നൈനാകട്ടെ ജിങ് ഇങ്ങനെ ജലസി കാണിക്കുന്നതും അവൾ എപ്പോഴൊക്കെ ആ ഒരു പയ്യനെ പറ്റി പറയുമ്പോഴൊക്കെ അവന് ദേഷ്യവും ഇറിറ്റേഷനൊക്കെ വരുന്നത് മനസ്സിലാക്കിയിട്ടുള്ള ചെന്നപ്പോ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ആ ഒരു പയ്യനോട് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അവന്റെ അടുത്ത് ചെന്നിരുന്ന് അവനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് ജിങ്ങിനാകട്ടെ ഒരു ഇരിക്ക പൊറുതി കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ചെന്നിന്റെ അമ്മ ഇപ്പോ അവരുടെ രണ്ടുപേരോടും കൂടി ഫുഡ് കഴിക്കാനായിട്ട് വരാൻ പറയുമ്പോൾ പോലും ചെന്നിപ്പോ ആ ഒരു പയ്യന്റെ അടുത്ത് ഇരിക്കുമ്പോൾ അതൊന്നും ഒട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയാണ് ജിങ്. മാത്രമല്ല അവനിഞ്ഞ് രാത്രി എങ്ങാനും ചെന്നിന്റെ വീട്ടിൽ കഴിയുമെന്ന് പേടിച്ച് അവൻ ഇത്രയും വലിയ മെച്ചുവേർഡ് ആയിട്ടൊരു ബോയ് അല്ലേ, അതുകൊണ്ട് തന്റെ വീട്ടിൽ അവനെ കിടത്തിക്കൊള്ളാനായിട്ട് അവൻ ചെന്നിന്റെ അമ്മയുടെ അടുത്ത് പറയുമ്പോഴാണ് ചെന്നി നേരത്തെ അവന് ചൊറിയാനായിട്ട് ആ ഒരു പയ്യൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞതാണെന്നും ശരിക്കും അത് ചെന്നിന്റെ ഒരു യങ്ങർ കസിൻ ആണെന്നും ചെന്നിന്റെ അമ്മ ഇപ്പോൾ അവന് പറഞ്ഞു കൊടുക്കാണ്. അങ്ങനെ ഇത് കേട്ട് ചമ്മി ആകെ നാണക്കേടായിട്ട് അവിടെ നിന്ന് പോവാണ് പാവം നമ്മുടെ ജിങ്. അങ്ങനെ അന്ന് വൈകുന്നേരം ജിങ്ങും സോങ്ങും ചെന്നും കൂടി മീറ്റ് ചെയ്യുന്ന നേരത്ത് ജിങ്ങിന്റെ പുതിയൊരു ഐഡിയ അവൻ ബാക്കി രണ്ടുപേരോടും കൂടി പറയുന്നുണ്ട്. കാരണം ഇപ്പൊ അവരുടെ കൂളിംഗ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ആവശ്യമില്ലാത്ത ബുക്കുകളും സോങ്ങിനെ പോലെയുള്ള പഠിപ്പികൾ എഴുതിയിട്ടുള്ള നോട്ട്സും ഒക്കെ വിൽക്കാനായിട്ട് ജിങ് ഇപ്പോൾ ഒരു ഓൺലൈൻ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് ബുക്കുകളൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവന്റെ ഈ ഒരു ഐഡിയയിൽ ബാക്കി രണ്ടുപേരും അവനെ കൺഗ്രാജുലേറ്റും ചെയ്യുന്നുണ്ട്. അങ്ങനെ തിരിച്ച് സോങ് അവന്റെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുന്ന നേരത്ത് അവൻ എന്തിനോ തന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നിനെ വിളിക്കുന്നുണ്ടെങ്കിലും പിന്നീട് എന്തോ ആലോചിച്ച് അതിൽ നിന്ന് മടിച്ച് അവൻ അവന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. സോങ്ങിന് ഇപ്പോഴും ചെന്നിനെ ഇഷ്ടമായതുകൊണ്ട് അവളോട് അത് പറയണമെന്ന് അവൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിന് പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് സോങ് ഇപ്പൊ ഇരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്ന് മാർക്കറ്റിലേക്കൊക്കെ ഇറങ്ങി കുറെ ഫുഡുകളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയും കുറെ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വെച്ച് ചെന്നും അവരുടെ ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടായിരുന്ന കൊച്ചും ഒരുമിച്ച് ഫോട്ടോ എടുത്തിരുന്ന ആ ഫോട്ടോ ബൂത്തിന്റെ പുറകിലായിട്ട് പണ്ട് അവിടേക്ക് വന്ന് ഫോട്ടോ എടുത്തിരുന്ന ചെന്നിന്റെയും സീഷയുടെയും ഫോട്ടോയും അവരിപ്പോ കാണുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് പണ്ടത്തെ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് ചെന്നും സീഷയും ഒരുമിച്ചുണ്ടായിരുന്ന ആ ഒരു ടൈം വല്ലാതെ മിസ് ചെയ്ത് ആകെ വിഷമിച്ചിരിക്കുകയാണ് ചെന്ന്. ഇതേ നേരത്ത് വേറെ ഒരിടത്ത് ചെന്നിനെ ഒരുപാട് മിസ് ചെയ്ത് ചെന്നും താനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വല്ലാതെ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീഷയും. മാത്രമല്ല താൻ വെറുതെ ഓവറായിട്ട് റിയാക്ട് ചെയ്ത് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നശിപ്പിക്കാൻ നോക്കിയെന്ന് ഇപ്പോൾ റിഗ്രറ്റ് അടിക്കുന്ന സീഷി നേരെ തന്നെ അവിടെ ചെന്നും കൂടി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫുഡ് സ്റ്റോളിന്റെ മുമ്പിൽ ചെന്ന് ചെന്നെപ്പോഴും വാങ്ങി കഴിക്കാറുള്ള ആ ഒരു ഫുഡ് ഇപ്പോൾ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുന്ന അതേ നേരത്തെ തന്നെയാണ് അവരുടെ ബാക്കി കൂടെ ഇപ്പോൾ ചെന്ന് വരുന്നത്. അങ്ങനെ അതിന് മുമ്പിലായിട്ട് കരഞ്ഞ് ആകെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന സീഷയെ കാണുമ്പോൾ ചെന്നിനും ബാക്കി എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ നീണ്ടുനിന്ന ചെന്നിന്റെയും സീഷയുടെയും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ മാറി അവർ രണ്ടുപേരും വീണ്ടും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് മാറുമെന്ന് മനസ്സിലാക്കി ബാക്കി എല്ലാവരും നിന്ന് ചിരിക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇതിനു മുമ്പുള്ള 2-3 എപ്പിസോഡ് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആകെ ഇമോഷണൽ ആക്കുന്ന ഒരുപാട് സീൻ ആയാലും ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞാൽ മനസ്സിന് വളരെയധികം റിലാക്സേഷൻ തരുന്ന ഒന്ന് തന്നെയായിരുന്നു. എനിവേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഫ്രണ്ട്ഷിപ്സിന്റെയും റിലേഷൻഷിപ്സിന്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരുന്ന ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.